ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് വൂവൺ സർക്കിൾ സ്റ്റിച്ചാണ് കാണിക്കാൻ പോണേ. അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങൾ ഹാൻഡ് എംബ്രോയ്ഡറി, നൂല്, നീഡിൽ, ഫ്രെയിം, ക്ലോത്ത്. അപ്പോൾ ക്ലോത്ത് ഫ്രെയിമിന് നല്ല ടൈറ്റ് ചെയ്തതിന് ശേഷം ഞാനിവിടെ 2 സർക്കിൾ വരച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ ഒരു വലിയ സർക്കിളും അതിനുശേഷം അതിന് നടുവിലായിട്ട് മറ്റൊരു സർക്കിളും വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സർക്കിളിന് ചുറ്റും 4 റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുകയാണ്. അപ്പോൾ ഈ 4 ഭാഗത്തായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാം. ഇവിടെ ഞാൻ 2 കളർ നൂലാണ് എടുത്തിരിക്കുന്നത്. ഓരോ നൂലും 6 strands ആണ് എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ ഈ താഴത്തെ സർക്കിളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മുകളിലത്തെ സർക്കിളിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാണ്. അതിപ്പോൾ മുകളിലത്തെ സർക്കിളിൽ നിന്ന് താഴത്തെ സർക്കിളിലേക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി അടുത്ത് അതിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ട് താഴത്ത് ഇതുപോലെ തന്നെ വീണ്ടും റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാണ്. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും നടുവിലായിട്ട് ഇനിയിപ്പം ചെയ്തതിന് സ്ട്രെയിറ്റ് ആയിട്ട് താഴത്ത് അതുപോലെ തന്നെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാം. ഇനി ഞാൻ ഈ ത്രെഡ് നല്ലോണം ടൈറ്റ് ചെയ്ത് അടിയിലൊരു നോട്ടിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം മറ്റൊരു കളർ നൂലാണ് എടുക്കുന്നത്. അത് നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റിച്ചിനടുത്ത് കൂടെ ഇതുപോലെ വലിച്ചെടുത്തതിന് ശേഷം ആ സ്റ്റിച്ചിനുള്ളിലൂടെ ഇതുപോലെ ക്ലോത്തിലൊന്നും ടച്ച് ചെയ്യാതെ നമ്മൾ വലിച്ചെടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഈ 4 സ്റ്റിച്ചിനുള്ളിലൂടെയും ക്ലോത്തിലൊന്നും ടച്ച് ചെയ്യാതെ ആ നൂല് ഇങ്ങനെ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആ നൂല് വലിക്കുമ്പം അതൊന്ന് റൗണ്ടാക്കി വെച്ച് കൊടുക്കുക. അത് വല്ലാതെ ടൈറ്റ് ചെയ്യാഞ്ഞാൽ മതി, അപ്പം തന്നെ അത് ശരിയായിക്കോളും. അപ്പം നമ്മൾ കൈകൊണ്ടൊന്ന് റെഡിയാക്കിയാൽ നേരെയാവുന്നതാണ്. അപ്പം നമ്മൾ ഒരു റൗണ്ട് കഴിഞ്ഞു. ഇനി അടുത്ത റൗണ്ട് വീണ്ടും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. നമ്മൾ സ്റ്റിച്ച് ഇങ്ങനെ വലിച്ചെടുക്കുമ്പം മറ്റേ സ്റ്റിച്ചിൻ്റെ മുകളിൽ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത അതേ പോയിൻറ്റിൻ്റെ അവിടെ തന്നെ അതിൻ്റെ അടുത്തായിട്ട് ഇതുപോലെ സൂചി ഇറക്കി കൊടുത്ത് അടിയിലൊരു നോട്ടിട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ വരച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വരയ്ക്കാതെ തന്നെ ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം നമുക്കൊന്ന് വരയ്ക്കാതെ ഞാനൊരു ചെറിയ സർക്കിൾ ഇതുപോലെ ചെയ്ത് കാണിക്കുകയാണ്. ഇതിന് 2 കളർ നൂലെടുത്താലാണ് ഭംഗി ഉണ്ടാവുക. അപ്പോൾ 2 കളർ നൂലെടുക്കാൻ ശ്രദ്ധിക്കുക. ഇത് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമുക്ക് മിററൊക്കെ നടുവിൽ വെച്ച് കൊടുത്താൽ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും. പിന്നെ സൈഡിലൊക്കെ വേണമെങ്കിൽ ബീഡ്സോ അങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് നല്ല ഭംഗിയാക്കി എടുക്കാവുന്നതാണ്. സാരിയിലൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ 4 റണ്ണിങ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം ഇതിനുള്ളിലൂടെ മറ്റൊരു കളർ നൂല് വെച്ചിട്ട് ഏതെങ്കിലും ഒരു സ്റ്റിച്ചിൻ്റെ അടുത്തുകൂടെ ഉയർത്തിയെടുക്കുകയാണ് സൂചി. അതിന് ശേഷം ആ സ്റ്റിച്ചിനുള്ളിലൂടെ ഇതുപോലെ വലിച്ചെടുത്ത് 4 സ്റ്റിച്ചിനുള്ളിലൂടെയും നേരത്തെ നമ്മൾ വലിച്ചെടുത്ത പോലെ തന്നെ ചെയ്തെടുക്കുകയാണ്. ഇത് നമ്മളെ സ്റ്റിച്ച് ഇത്ര വലിപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള അത്ര വലിപ്പം കൂട്ടണമെങ്കിൽ വലിപ്പം കൂട്ടിയെടുക്കാം.
ഇനി ചെറുത് വേണമെങ്കിൽ ചെറുതായിട്ട് എടുക്കാം. അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ നൂല് രണ്ടും മേൽക്ക് മേലെ വരാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ 2 റൗണ്ട് ചുറ്റുന്നില്ലേ, ആ സമയത്ത് ഒരു നൂലിൻ്റെ മേലെ മറ്റേ നൂലും വന്നാൽ നമ്മൾ 2 സ്റ്റിച്ചും ചെയ്തത് കാണില്ല. അതുപോലെ തന്നെ 6 സ്ട്രാൻഡ്സോ അതിൽ കൂടുതലോ എടുക്കാവുന്നതാണ്. കുറഞ്ഞു പോയാൽ അത്ര നമുക്ക് അത് കട്ടിയായിട്ട് കിട്ടില്ല. അപ്പോൾ ഇത് 2 റൗണ്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ അടുത്ത് തന്നെ ഇതുപോലെ സൂചി താഴത്തേക്ക് ഇറക്കി കൊടുത്ത് അടിയിലൊരു നോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ.